പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ് അറബിക്ക് 1ാം പാദവാർഷിക പരീക്ഷ 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും ഒക്കെ യൂസ് ചെയ്യുന്ന, അറബി ഭാഷ പഠിക്കാൻ യൂസ് ചെയ്യുന്ന, സ്കൂളിൽ അറബി പഠിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഇതിൻ്റെ വാട്സപ്പ് ചാനലും ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് പഠനകാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കിട്ടുന്ന നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞു തരുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കാം. ഇവിടെ ഒന്നാമത്തെ, നിങ്ങൾക്കറിയാം 5ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് 6 പ്രവർത്തനങ്ങളുണ്ടാവും. അതിൽ 5 എണ്ണം എഴുതാനായിരിക്കും സാധാരണ നിരക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും എല്ലാവരും ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് നോക്കിയാലോ. ഇവിടെ നോക്കൂ, നഖറഉൽ ഫിഖ് വനുജീബ് അനിൽ അസ്ഇല. പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾക്ക് അതിന് ഉത്തരം കൊടുക്കുക എന്നാണ്. എന്താണ് പാരഗ്രാഫ്? ഇസ്തൈഖള ഫവാസ് ഫി സബാഹ്. ഫവാസിൻ്റെ പാഠമില്ലേ, അതിൽ പാരഗ്രാഫാണ്. ഫവാസ് രാവിലെ നേരത്തെ എണീറ്റു. ഇസ്തഹമ്മ വലബിസൽ മലാബിസ്. എന്ത് ചെയ്തു? കുളിച്ചു, വസ്ത്രം ധരിച്ചു, പുതിയ വസ്ത്രം. ഖറജ മഅ ഉസ്റതിഹി ഇലൽ മത്താർ. എന്നിട്ട് കുടുംബത്തോടൊപ്പം അവൻ മത്താറിലേക്ക് പോയി. എന്തിനാ? ലി ഇസ്തിഖ്ബാലി വാലിദിഹി, ഉപ്പയെ സ്വീകരിക്കാൻ. അൽ ഖാദിം മിൻ ഖത്തർ, ഖത്തറിൽ നിന്ന് വരുന്ന. ഇൻതളറ ഫവാസ് മാ ഉസ്റതിഹി, കുടുംബത്തോടൊപ്പം ഫവാസ് വെയിറ്റ് ചെയ്തു. ഫി സ്വാല, ഹാളിൽ. വറഅ, അവൻ കണ്ടു. ഹുബൂത ത്വായിറ, എന്ത്? പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കണ്ടു. അൽ മദ്റജ, എവിടെ? അതിൻ്റെ പ്ലാൻ ഏതാണ്? അതിൻ്റെ അതായത് റൺവേയിൽ ഇറങ്ങുന്നത് കണ്ടു. മുബാഷറ, നേരിട്ട് കണ്ടു. ബാദ തഖ്ലീസുൽ ജുംറുക്കി, എന്താ? കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം. ഖറജൽ വാലിദ്, വാപ്പ പോയി. മിനൽ മത്താർ, എവിടുന്ന്? എയർപോർട്ടിൽ നിന്ന് പോയി. അസ്റ ഫവാസ് ഇലൈഹി, വാപ്പ പോയി എന്നല്ല, വാപ്പ പുറത്തേക്ക് വന്നു. എവിടുന്ന്? എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അസ്റ ഫവാസ് പെട്ടെന്ന് ഓടിച്ചെന്ന് വാനഖഹു, ഉപ്പയെ കെട്ടിപ്പിടിച്ചു. അല്ലേ? ആ പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു 5 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. എന്താ നോക്കൂ, അതിന് ഓപ്ഷൻസും ഉണ്ട്. ഐന റഹബ ഫവാസ് മാ ഉസ്റതിഹി. ഫവാസ് അവൻ്റെ കുടുംബത്തോടൊപ്പം എവിടേക്കാണ് പോയത്? ഇലൽ മദ്രസ, ഇലൽ സൂഖ്, ഇലൽ മത്താർ, ഇലൽ ഹദീഖ. എവിടേക്കാണ് അവർ പോയത്? പാരഗ്രാഫിലുണ്ട് അല്ലേ? ഇലൽ മത്താർ, എവിടെയാണ് കിടക്കുന്നത്? ആ ഉത്തരം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇലൽ മത്താർ എന്ന ഉത്തരം കൊടുക്കണം. റെഡിയല്ലേ? ഇനി ലിമാ ദഹബ ഫവാസ് ഇലൽ മത്താർ. എന്തിനാണ് മത്താറിലേക്ക് ഫവാസ് പോയത്? ലി ഇസ്തിഖ്ബാലി വാലിദിഹി, ഉമ്മയെ സ്വീകരിക്കാൻ. വാലിദിഹി, ഉപ്പയെ സ്വീകരിക്കാൻ. ലി സഫറി ഇലാ മക്കാനിൻ ആഖർ, വേറൊരു സ്ഥലത്തേക്ക് പോവാൻ. ലി ഷിറായി തദാക്കിർ ത്വയ്റാൻ, എന്തിനാ? ടിക്കറ്റ് വാങ്ങിക്കാൻ. ഏതിനാ പോയത്? അല്ലേ? ലി ഇസ്തിഖ്ബാലി വാലിദിഹി, വാപ്പയെ സ്വീകരിക്കാൻ, അച്ഛനെ സ്വീകരിക്കാൻ. വാലിദാണ് ഇത്. ഇസ്തിഖ്ബാലി വാലിദിഹി എന്ന് പറയില്ലേ? അപ്പോൾ പാരഗ്രാഫ് ശരിച്ചു വായിച്ചാലേ ഇതിൻ്റെ ഉത്തരം കിട്ടും. മൂന്നാമത്തെ ചോദ്യം, ഐന ഹബത്തത്തി ത്വായിറ. എവിടെയാണ് വിമാനം ലാൻഡ് ചെയ്തത്? എവിടെയാണ്? അലൽ മാ, അലൽ മദ്റജ്, അലൽ ജബൽ, അലൽ ത്വരീഖ് സരിയ. അതിൻ്റെ റൺവേയിൽ അല്ലേ? റൺവേക്ക് ഏതാ വാക്ക്? അൽ മദ്റജ്, അലൽ മദ്റജ്. അപ്പോൾ മദ്റജ് എന്നുള്ള വാക്ക് കൂടി ഉണ്ടല്ലോ. അതാ എടാ, ഹുബൂത ത്വായിർ അൽ മദ്റജ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ www.arabiceduweb.in നിങ്ങളുടെ പഠനകാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് അറബിക് എജുവെബ്. പിന്നെ മാതാ റഅ ഫവാസ് ഫി സ്വാല, ഹാളിൽ ഇരുന്ന് ഫവാസ് എന്താണ് കണ്ടത്? പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് അല്ലേ? അതിനേതാ വാക്ക്? ഇഖ്ലാഉ ത്വയ്റ, ടേക്ക് ഓഫ് ആണോ?
ഹുബൂത്ത് ത്വായിറ ലാൻഡിംഗ് ആണ്. വസൂലുൽ ഹക്കായിബ് ലഗേജ് വരുന്നത്. ഖുറൂജുൽ മുസാഫിരീൻ യാത്രക്കാർ പുറത്തേക്ക് പോകുന്നത്. ഏതാണ് അല്ലേ? അവിടെ ഇതിൽ പാരഗ്രാഫിലുണ്ട്. ഹുബൂത്ത് വറഅ ഫിസ്വാല വറഅ ഹുബൂത്ത് ത്വായിറ. ഹുബൂത്ത് ത്വായിറ വിമാനം ലാൻഡ് ചെയ്യുന്നതാണ് അവൻ കണ്ടത്. ഓക്കെ, അപ്പോൾ ഹുബൂത്ത് ത്വായിറയാണ് ഉത്തരമായി ചെയ്യേണ്ടത്. അടുത്തത് അൽ കലിമത്ത് ലി കസ്റ്റംസ് ക്ലിയറൻസ്. കസ്റ്റംസ് ക്ലിയറൻസിന്റെ വാക്ക് എന്താ ഈ പാരഗ്രാഫിൽ? ഏതാണ് പറയൂ? അതിന് ഓപ്ഷനില്ല. അത് നമ്മൾ കണ്ട അത്തഖ്ലീ, ഇത് പഠിക്കേണ്ട വാക്കാണ് നമ്മൾ. അത്തഖ്ലീസുൽ ജുംറുക്കി എന്നാണ് എവിടെ എഴുതേണ്ടത്? ഈ ഡാഷിൻ്റെ അവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഇനി രണ്ടാമത്തത് നുക്കമ്മിലുൽ ഹിവാർ. ഒരു ഹിവാർ പൂർത്തിയാക്കാനാണ്. വസല രാജു ഫി ആമിദ് ദിറാസി അൽ ജദീദ്. പുതിയ വർഷം രാജു സ്കൂളിലേക്ക് വന്നു. വലം യജിദ് സ്വദീഖഹു സൈമൻ ഫിൽ മദ്രസ. സ്കൂളിലെ അവൻ്റെ കൂട്ടുകാരൻ സൈമനെ കണ്ടില്ല. മസാൻ വസല രാജു ഇലൽ ബൈത്ത്. വൈകിട്ട് രാജു വീട്ടിലേക്ക് വന്നു. വത്തസല സ്വദീഖഹു സൈമൻ ബിൽ ഹാത്തിഫ്. സൈമനെ ഫോണിൽ വിളിച്ചു. നേരത്തെ ഫോണിൽ വിളിച്ച ഒരു ഹിവാർ നമ്മളെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു പാരഗ്രാഫിൽ കുറച്ച് എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഈ ഹിവാറിൽ ചേർക്കേണ്ട വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹുമ്മ പനി, ലിസ്തിറാഹത്തി ഉസ്ബൂഇൻ ഒരാഴ്ചയ്ക്ക് വിശ്രമം, ഫിൽ മദ്രസ സ്കൂളിൽ, ബിദ്ദിറാസ അലൽ ഇന്റർനെറ്റ് ഓൺലൈൻ ക്ലാസ്, അന മരീദ് ഞാൻ രോഗിയാണ്, മൻ മഈ ആരാണ്. ഇത്രയും വാക്കുകളുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ നമ്മളിവിടെ വെക്കണം. രാജു ഡാഷ്. അപ്പം സൈമന്റെ മറുപടി മസാ അൻ നൂർ. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? എന്ത് പറഞ്ഞാലോ മസാ അൻ നൂർ പറയേണ്ടത്? നിങ്ങൾക്കറിയാലോ. മസാ അൽ ഖൈർ എന്നിവിടെ കൊടുക്കണം. അത് മാത്രം ഇവിടെ ഇല്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് കൊടുക്കാത്തത് കേട്ടോ. മസാ അൽ ഖൈർ. അപ്പോൾ സൈമൻ മസാ അൻ നൂർ. അപ്പോൾ ഒരു കാര്യം കൂടി സൈമൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി മഅക രാജുന. രാജുവാണ്. അപ്പം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആരാണ് ആണ്. അതിലുള്ള വാക്കേതാ? മൻ മഈ അല്ലേ? അപ്പം മൻ മഈ എന്നുള്ളത് മക്കൾ ഇവിടെ ചേർക്കണം. മനസ്സിലായോ? മൻ മഈ. മാ റഅയ്തുക്കൽ യൗമ. നിന്നെ കണ്ടില്ലല്ലോ. എവിടെ? എവിടെ? സ്കൂളിൽ വന്നില്ല എന്നല്ലേ നേരത്തെ പറഞ്ഞപ്പോൾ ഫിൽ മദ്രസയാണ് ഇവിടെ വരിക. ഫിൽ മദ്രസ. ഇനി സൈമൻ സ്വദീഖി. അപ്പൊ സൈമൻ പറയാണ് സ്വദീഖി കൂട്ടുകാരാ. എന്തായിരിക്കും പണ്ടുണ്ടാവുക? സ്കൂളിൽ കണ്ടില്ലല്ലോ എന്ന് വെച്ചപ്പോൾ എന്തായിരിക്കും പണ്ടുണ്ടാവുക? രോഗിയാണ് അല്ലേ? അതിന് ഏതാ വാക്ക് പറഞ്ഞു സാറ്? അന മരീദ്. അന മരീദ് ആണ് ഇവിടെ വരിക. അന മരീദ്. അപ്പൊ രാജു മാതാ അസാബ. എന്താ ബാധിച്ചത്? അപ്പൊ എന്ത് രോഗമാണ് ബാധിച്ചത് എന്നായിരിക്കും ചോദിച്ചത് അല്ലേ? അതിനൊരു വാക്കുണ്ടല്ലോ, രോഗം. ഒരു രോഗമുണ്ടല്ലോ ഇവിടെ അല്ലേ? അൽഹുമ്മ ആണ് ഇവിടെ വരിക. അൽഹുമ്മ മുന്തു ഉസ്ബു ഒരാഴ്ചയായിട്ട് പനിയാണ്. അൽ ആൻ കൈഫ സിത്തഹസഹതുക്. ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ സൈമൻ പറഞ്ഞു നസഹനി അത്തോബി. ഡോക്ടർ നിർദ്ദേശിച്ചത് എന്താണ്? ഒരാഴ്ച റെസ്റ്റ് ചെയ്യാൻ. അതിനുള്ള വാക്ക് ഏതാ? ലി ഇസ്തിറാഹത്തി ഉസ്ബൂഇൻ എന്ന് വരും. അപ്പോൾ ലാ തഹ്സൻ ഇൻഷാ അല്ലാ. വിഷമിക്കണ്ട, ഇൻഷാ അല്ലാ സൗസായിദുക്ക. ഞാൻ നിന്നെ സഹായിക്കാം. എങ്ങനെ? ഓൺലൈൻ ക്ലാസ്സിലൂടെ അല്ലേ? ബിദ്ദിറാസത്തി അലൽ ഇന്റർനെറ്റ് എന്നിവിടെ കൊടുക്കാം. ബിദ്ദിറാസത്തി അലൽ ഇന്റർനെറ്റ്. അപ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞു സൈമൻ. എവിടെയല്ലേ? അപ്പോൾ സിമ്പിൾ അല്ലേ? എങ്ങനെ ഒരു ഹിവാറും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതോ ഇതുപോലത്തതോ പ്രതീക്ഷിക്കാം. ഇനി 3 അനാസുറുൽ ലുഗ. 3 അനാസുർ. ഇതൊരു നഹു നമ്മളെ പാഠഭാഗത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഹുറൂഫുൽ ജർ ഒക്കെ പഠിച്ചില്ലേ? യക്തുബു, തക്തുബു, യുനല്ലിഫു, തുനല്ലിഫു ഒക്കെ. അതുമായി ചെയ്യാനുള്ളതാണ്. ജലസൽ ഉസ്ഫൂറു. കിളി ഇരുന്നു. അഷജറ മരത്തിൻ്റെ മുകളിൽ. മുകളിൽ എന്നുള്ളൊരു വാക്ക് ഏതാ? ഹർഫുൽ ജർ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? അല അലഷജറ. അല അഷജറ അല്ലേ? യഈഷുൽ അസദു. സിംഹം താമസിക്കുന്നു. അൽഗാബ കാട്. അപ്പൊ കാട്ടിൽ എന്നാ വരേണ്ടത് അല്ലേ? ഇൽ എന്ന് പറയാൻ മിൻ ആണോ ഫീ ആണോ ഇലയാണോ? ഫീ അല്ലേ?
ഫി ഫിൽ ഗാബ കാട്ടിൽ എന്ന്. അൽ വലതു കുട്ടി ഡാഷ് അൽ വാജിബാത്ത് ഹോംവർക്ക് യക്തുബു എഴുതുന്നു എന്നാണ്. യക്തുബു ആണോ തക്തുബു ആണോ? വലതല്ലേ, വലതാവുമ്പോൾ ഏതാ വരിക? യക്തുബു അല്ലേ. തക്തുബു ഇവിടെ ഒരു ബിന്തായാൽ നമ്മൾ തക്തുബു എന്ന് എഴുതണം അല്ലേ. വേറെ ഏതെങ്കിലും പെൺകുട്ടിയായ തക്തുബു എന്ന് എഴുതണം. അപ്പൊ യക്തുബു ആണ് ഇവിടെ ശരി. പിന്നെ ഡാഷ് തജ്ലിസു അലൽ മഖ്അത്ത്, ഡാഷ് തജ്ലിസു അലൽ മഖ്അത്ത് ബെഞ്ചിൽ ഇരിക്കുന്നു. ആര്? തജ്ലിസു എന്നാ. അമ്മ ആയിരിക്കുമോ അബായിരിക്കുമോ? തജ്ലിസു വന്നാൽ അബ് ഉമ്മായിരിക്കും. ഉമ്മ പെണ്ണല്ലേ, അപ്പോൾ അൽ ഉമ്മു തജ്ലിസ് അലൽ മഖ്അത്ത് എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. സ്വദീഖുൻ ജംഉഹു, സ്വദീഖിന്റെ ബഹുവചനം പ്ലൂരൽ ഡാഷ് സ്വദീഖൂൻ അസ്തിഖാ. നിങ്ങൾ പാഠഭാഗത്തിലുള്ളതാണ്. ഏതാണ്? അസ്തിഖാ. സ്വദീഖുൻ ജമ അസ്തിഖാ. മനസ്സിലായോ? ഇനി നുലാഹിദുൽ ലൗഹാദ് വനക്തശു മാ യുനാസിബു അനിൽ മാ. ഇവിടെ കുറേ കാർഡുകളുണ്ട്, പ്ലഗ് കാർഡുകൾ അല്ലേ. ഇതിലെന്ത് ചെയ്യണം അറിയോ? വെള്ളവുമായി ബന്ധപ്പെട്ടത് മാത്രം ഇവിടെ എടുത്തെഴുതണം, 5 എണ്ണം. മനസ്സിലായോ? ലാ തുലവ്വിസിൽ ബിഅ, പരിസ്ഥിതി മലിനമാക്കരുത്. പെടുവോ? ഇല്ല, ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. അൽ മാഉ നിഅമത്തുൻ മിനല്ലാഹ്, വെള്ളം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇത് പെടും അല്ലേ. അപ്പൊ ഇത് നമ്മൾ എഴുതണം. എവിടെ എഴുതണം? ഇവിടെ എടുത്തെഴുതണം. പിന്നെ അൽ മാഉ യജൂദു ബിൽ ഖൈർ, വെള്ളം നന്മ തരുന്നു. അതും പെടും, വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത് പെടും. പിന്നെ കുല്ലു അഹ്യാഇൻ മിനൽ മാ, എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ്. അതും പെടും. മാ അഹ്ല യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനം എന്ത് രസമാണ്. അത് പെടുമോ? ഇല്ല. ഖത്രത്തുൽ മാഇ ഹയാത്ത്, വെള്ളത്തുള്ളി ജീവിതമാണ്. ശരി, പെടും അല്ലേ. പിന്നെ അൽ മാഉ അസാസു ഹയാത്തിൽ കായിനാത്തിൽ ഹയ്യ, ജീവിച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ജീവിതത്തിൻ്റെ ബേസാണെന്ത്? വെള്ളം. അതും പെടും. അൽ ഇൽമു നൂറിന്, അറിവ് പ്രകാശമാണ്. അത് പെടുമോ? ഇല്ല. അപ്പൊ ഇത് 4ഉം മുകളിൽ ഒരെണ്ണവും നമ്മൾ എവിടെ എഴുതണം? ഇതിൻ്റെ താഴെ ഇവിടെ എഴുതണം. മനസ്സിലായോ? 5 എണ്ണം. ഇതുപോലെയും ഇതുമായി ബന്ധപ്പെട്ട വെള്ളവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ലൗഹാത്തുകൾ തന്നിട്ട് എഴുതാനുണ്ടാവും. ഓക്കെ. ഇനി 5ാമത്തെ അഇദ്ദ മുദക്കറ ദാത്തിയ അൻ ഷജറത്തി മാഞ്ച. എന്താണ് മുദക്കറ ദാത്തിയ? വ്യക്തി വിവരണം അല്ലേ. വ്യക്തി വിവരണം. ആരുടെ? ഷജറത്തു മാഞ്ച, മാങ്ങ മരം അല്ലെങ്കിൽ മാവ് തൻ്റെ കഥ പറയുന്നത് അത് പൂർത്തിയാക്കണം. എങ്ങനെ? ബിസ്തിഅമാലിൽ കലിമാത്തിൽ മുനാസബ മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ കുറേ വാക്കുകളുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് എഴുതണം. മനസ്സിലായോ? അപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ ഷത്തലയെക്കുറിച്ച് എഴുതിയില്ല, ഷത്തില കുന്തു, അതുപോലെ വരണം. എന്താണ്? അന ഷജറത്തുൻ കബീറ, ഞാൻ വലിയൊരു മരമാണ്. ഞാൻ ആരാണ്? മാങ്ങാമരം അല്ലേ. അപ്പൊ ഷജറത്തു മാഞ്ച എന്നിവിടെ എഴുതണം. അതിവിടെ കിടക്കുന്നുണ്ട്. ശരിയല്ലേ? ഇതിൽ വേറെ വാക്കുകൾ ഏതൊക്കെയാ? ലസീദ, ടേസ്റ്റ് ഉള്ളത്. ലിൽ ഇസ്തിറാഹ, വിശ്രമിക്കാൻ. തുയൂർ, കിളികൾ. അന്നാസ്, ജനങ്ങൾ അല്ലേ. ഇപ്പൊ ഇതാ വരിക, അന ഷജറത്തുൻ കബീറ, അന ഷജറത്തു മാഞ്ച. പിന്നെയോ കുന്തു അഖൂമു ബിജാനിബി ഹാദ ത്വരീഖ് മുൻദു സമാനിൻ, കുറേ കാലങ്ങളായി ഞാൻ ഈ വഴിയരികിൽ നിൽക്കുകയാണ്. യജ്ലിസുൻ നാസ്, ജനങ്ങൾ ഇരിക്കുന്നു. തഹ്ത ദില്ലി, എൻ്റെ തണലിൽ. എന്തിനു വേണ്ടിയിരിക്കുന്നത്? വിശ്രമിക്കാൻ. ലിൽ ഇസ്തിറാഹ. ലി അഗ്സാനുൻ കസീറ, എനിക്ക് ധാരാളം കൊമ്പുണ്ട്. തലഉ ഡാഷ് ആയിഷാഷഹ, അവിടെ അല അഗ്സാനി, എൻ്റെ കൊമ്പിന്മേൽ തലഉ വെക്കുന്നു. ആര്? ആയിഷാഷഹ,
കൂടുകൾ വെക്കുന്നു. ആരാ വെക്കുക കൂടുണ്ടാക്കുക കൊമ്പിൽ? അത്തുയൂർ അല്ലേ, കിളികൾ. അത്തുയൂർ പക്ഷികൾ. അപ്പോൾ തലഉ തുയൂറു അശാശഹ അലാ അഗ്സാനി എന്ന് വരും. സിമാരി എൻ്റെ പഴങ്ങൾ എങ്ങനെയാ? ആയി നല്ല ടേസ്റ്റ്. ഏതാ വരിക? ടേസ്റ്റ് എന്നുള്ള വാക്ക് ലസീദ, ലതീദ. പിന്നെ യഅ്കുലു ഡാഷ് വത്തുയൂർ മിൻഹ, പക്ഷികളും വേറെ ആരൊക്കെ തിന്നാ പഴം? മനുഷ്യന്മാർ അല്ലേ, മനുഷ്യന്മാരെന്നുള്ളതിന് അന്നാസ്. യഅ്കുലു നാസ് വത്തുയൂർ മിൻഹ. ഓക്കെ. ലാക്കിൻ അന വഹീദത്തും ഫി ഹാദൽ മക്കാൻ, പക്ഷെ ഞാൻ ഈ വഴിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഈ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു വ്യക്തി വിവരണം അല്ലെങ്കിൽ വ്യക്തി സ്വന്തം കാര്യം പറയാം, ആത്മകഥ പറയില്ലേ, അതാണ് കേട്ടോ. ഇനി ആറാമത്തെ പ്രവർത്തനം. അപ്പം ഇതിൽ ഒരെണ്ണ അധികമാണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഒഴിവാക്കാം. നുലാഹിൽ സുവറ വനസ്തഖ്റിജുൽ അബയാത്തുൽ മുനാസിബ മിനൽ മൻളൂം. ഇവിടെ ബൈത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബൈത്ത് ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ ബൈത്ത് ഇവിടെ എടുത്ത് വെക്കണം. നിങ്ങൾ പുസ്തകത്തിൽ ചെയ്തതാണ് അല്ലേ? ഏതാണ്? ഏതാ പറയൂ? ആ ഉമ്മി വർദ്ധ ഫിമ്മയെ കുറിച്ചുള്ള വരി അല്ലേ? അപ്പം എന്താ വരിക? ഉമ്മി വർദ്ധ അല്ലേ? ഉമ്മി വർദ്ധ ഫി ബുസ്താനി നമ്മളിവിടെ എഴുതണം. ഉമ്മയുടെ ചിത്രമല്ലേ? അതെ. പിന്നെ ആരാണ് ഇത് കളിക്കുന്നു? കൂട്ടുകാരൻ ഇതോടൊപ്പം കളിക്കുന്നത് ഏതാ അല്ലേ? നൽഹു നജിരി ഫി മൻസിലിന. ഇവിടെ ഈ ഒരു യാ പോയിട്ടുണ്ട് കേട്ടോ. നൽഹു നജിരി. മക്കൾ ഈ വരി എവിടെ എഴുതണം? ഈ വരി ഇവിടെ എഴുതണം. നൽഹു നജിരി അല്ല, എവിടെ? അവിടെ അല്ല, തെറ്റിപ്പോയി. ഇവിടെ ഇവിടെ എഴുതണം കേട്ടോ. നൽഹു നജിരി ഫി മൻസിലിന. പിന്നെ ഇതാരാ? ഉഖ്തി വാഹി അർക്കാ സഹബി. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ബ്രദർ എനിക്ക് നല്ല കൂട്ടാണ്. അപ്പോൾ ഏതാ? ഉഖ്തി വാഹി അഖ്ബ സൊർബി എന്നുള്ളത് എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ആ പരീക്ഷയുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും എന്താണ് അതിൻ്റെ ആൻസർ കീയും ഈ ചാനലിൽ തന്നെ ഇടും. മക്കൾ കാണുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ.